إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകുന്ന പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൻ്റെ എത്ര തിരക്കിട്ട പ്രവർത്തനങ്ങൾക്കിടയിലാണെങ്കിലും നാം പ്രാധാന്യം കാണുന്ന വിഷയങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ കരുതൽ വേണ്ട വിഷയമുണ്ട്. നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഭയവും ലഭിച്ചതിനെക്കുറിച്ചുള്ള സന്തോഷവും ഉണ്ടാകേണ്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ അനുചരന്മാരിൽ ചിലർ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ രണ്ട് ചോദ്യങ്ങൾ ഹദീസുകളിൽ കാണും. ഒന്ന്, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഫ്ളൽ, അള്ളാഹുവിൻ്റെ ദൂതരെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി അൽ ഈമാനു ബില്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എന്ന്. മറ്റൊരിക്കൽ സുഫിയാൻ ഇബ്നു അബ്ദില്ലാ അസ്സഖഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അഹദൻ ബഅദക്, ഇസ്ലാമിൽ എനിക്ക് താങ്കൾ ഒരു കാര്യം, ഒരു വാക്ക് പറഞ്ഞു തരണം. താങ്കളല്ലാത്ത മറ്റാരോടും എനിക്കത് ചോദിച്ചറിയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ പ്രഖ്യാപിക്കുക ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. സുമ്മ ഇസ്തഖിം, പിന്നെ ആ വിശ്വാസത്തിൽ ഊന്നിയ പ്രവർത്തനങ്ങളിൽ മുഴുകി നേരെ ചൊവ്വെ നീ നിലകൊള്ളുകയും ചെയ്യുക എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യം നേടലാണ് ഏറ്റവും പ്രധാനം എന്ന് നാം അറിയണം. പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളെ വ്യാഖ്യാനിച്ചു പറഞ്ഞത്, അൽ ഈമാനു അംറുൻ അളീമുൽ ഖദർ ലാ യുനാലു ഇല്ലാ ബി തൗഫീഖിൻ വഖ്തിയാരിൻ മിനല്ലാഹ്. ഈമാൻ എന്നത് അതൊരു വമ്പിച്ച കാര്യമാണ്, വലിയ സ്ഥാനമുള്ള, അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം ഒരാൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത അവൻ്റെ അടിമകൾക്ക്
നൽകുന്നതുമാണ്. അൽ ഈമാനു ശഅ്നുഹു അളീമുൻ വമകാനതുഹു റഫീഅത്തുൻ. ഈമാനിന് വമ്പിച്ച സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഉന്നതമായ നേട്ടമാണ് ഒരാൾക്ക് ലഭിക്കുക. നൂറുൽ ഖുലൂബി വഹയാത്തുൽ അർവാഹി. അത് ഹൃദയങ്ങളുടെ വെളിച്ചമാണ്, ആത്മാവുകളുടെ ജീവൻ അതിലാണുള്ളത്. വബിഹി തസ്തഖീമുൽ ജവാരിഹ്. ഒരു മനുഷ്യന്റെ അവയവങ്ങളൊക്കെ നേരെ ചൊവ്വെ നിലകൊള്ളാൻ കാരണമാകുന്നതാണ് ഈമാൻ എന്ന് വിശദീകരിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കുറഞ്ഞ ആളുകൾക്ക് കനിഞ്ഞു നൽകുന്നതാണ് ഈമാൻ. ഭൂരിപക്ഷ മനുഷ്യരും ഈമാനിനെതിരിലാണ് നിലകൊള്ളുന്നത്. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ എന്നാണ് അല്ലാഹു ആ വിഷയകമായി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്ക് അല്ലാഹു കനിഞ്ഞു നൽകുന്ന ഒരു അനുഗ്രഹമായി ഈമാനിനെ നാം കാണണം. യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. ഒരു കൂട്ടം ആളുകൾ വന്ന്, ഇതാ റസൂലേ, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. അത് റസൂലുള്ളയോട് കാണിച്ച ഒരു ദയാദാക്ഷിണ്യമായി അവരെടുത്തു പറഞ്ഞു. അവർക്ക് മറുപടി നൽകാൻ അല്ലാഹു കൽപ്പിച്ചു, യമുന്നൂന അലൈക അൻ അസ്ലമു. അവർ മുസ്ലിങ്ങളായത് താങ്കളോട് ചെയ്ത വലിയ കാര്യമായി എടുത്തു പറയുന്നു. ഖുൽ, അവരോട് പറയണം, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. നിങ്ങൾ ഇസ്ലാമിലായത്, മുസ്ലിങ്ങളായത് എന്നോട് കാണിച്ച ദയയായി എടുത്തു പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാനി ഇൻ കുന്തും സ്വാദിഖീൻ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസത്തിലേക്ക് നിങ്ങളെ നയിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു നിങ്ങളോട് ചെയ്ത വലിയ ദയയാണ്, കാരുണ്യമാണ്, അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈമാൻ എന്ന അനുഗ്രഹം ലഭിച്ചതിനെ കുറിച്ച് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന. എന്താണ് വേദഗ്രന്ഥം, എന്താണ് ഈമാൻ എന്നൊന്നതൊന്നും താങ്കൾക്കറിയില്ലായിരുന്നു. വലാകിൻ ജഅൽനാഹു നൂറൻ, താങ്കൾക്കതൊരു വെളിച്ചമായി നാം നൽകിയതാണ്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, നാം ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് നാം പ്രത്യേകം നൽകുന്ന ഒരു വെളിച്ചമാണത്, അനുഗ്രഹമാണത് എന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖൽബി. അല്ലാഹുവേ, ഈമാൻ എനിക്ക് നീ പ്രിയങ്കരമാക്കണമേ, എന്റെ ഹൃദയത്തിൽ അതൊരു അലങ്കാരമാക്കി ഭംഗിയാക്കി നീ സൂക്ഷിക്കുകയും ചെയ്യണമേ എന്ന്. നമ്മളൊക്കെ നമസ്കാരങ്ങളിൽ, ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിലല്പം ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തുള്ളത് അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ എന്നാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഈമാനിന്റെ ആ പ്രകാശം കൊണ്ട് ഞങ്ങൾക്ക് നീ ഭംഗി നൽകണമേ, നിന്റെ സന്മാർഗികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നാണ്. പക്ഷെ ഭൂരിപക്ഷ മനുഷ്യർക്കും ഇത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഭൂരിപക്ഷ മനുഷ്യരും തെറ്റിപ്പോയ വിഷയമാണ് ഈമാൻ എന്നത്. അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷ മനുഷ്യരും. പക്ഷേ വികലമായ വിശ്വാസങ്ങളാണ് മനുഷ്യരൊക്കെയും വെച്ചു പുലർത്തുന്നത്. അതിൽ നിന്ന് മാറി ശരിയായ ഈമാൻ, അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണം, ആ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്താണ് പറഞ്ഞു തരുന്നത്, പ്രമാണങ്ങളിൽ എങ്ങനെയാണുള്ളത്, അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയലാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ പാളിച്ച പോലും ഈമാനിന്റെ കാര്യത്തിൽ സംഭവിച്ചാൽ അത് വലിയ അപകടത്തിലേക്കാണ് നമ്മെ എത്തിക്കുക എന്ന കാര്യം ഗൗരവത്തോടെ നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഒമൻ യക്ഫുർ ബിൽ ഈമാൻ ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരാണ് ഈമാനിൽ അവിശ്വസിക്കുന്നത്, അവരുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞുപോയി, അവർ പരലോകത്ത് പരാജയപ്പെട്ടവരിൽ ഉൾപ്പെട്ടു എന്നാണ് അള്ളാഹു ആ വിഷയകമായി പറഞ്ഞിട്ടുള്ളത്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ.
ആരാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവരുടെ ഹൃദയത്തിന് നാം നേരായ വഴിയിലേക്കാണ് അവന്റെ ഹൃദയത്തെ കൊണ്ടു നടത്തുക എന്ന കാര്യവും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കണം? ഒരു ഉപാധിയുമില്ലാതെ വിശ്വസിക്കണം എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. നിരുപാധികം അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മുമ്പിൽ തെളിവുകൾ ധാരാളം ഉണ്ടാകും. തെളിവുകൾ വിശ്വാസികൾക്ക് അവൻ ഉൾക്കൊണ്ട വിശ്വാസം അതിൽ ദൃഢത വരാനാണ് തെളിവുകൾ ആർക്കാണ് വേണ്ടത്? അവിശ്വാസികൾക്കാണ്. തെളിവുകൾ അവിശ്വാസികൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ളതാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുണ്ട്. അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തു തൂർ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മഗ്രിബി ബിത്തൂർ. ഒരു മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തു തൂർ പാരായണം ചെയ്യുന്നത് ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ആ നമസ്കാരം ഇങ്ങനെ ശ്രദ്ധിച്ച് ആ നമസ്കാരത്തിലെ ആ പാരായണം കേട്ടു. അങ്ങനെ ഫലമ്മ ബലഗ ആദിഹിൽ ആയ, ആ സൂറത്തു തൂർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തെത്തിയപ്പോൾ, ഏതായത്ത്? അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യുഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. ഈ വചനം ഞാൻ കേട്ടു. എന്താണ് ആ വചനത്തിലുള്ളത്? അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, ഒന്നുമല്ലാത്ത വ്രത സൃഷ്ടിച്ചവയാണോ ഈ മനുഷ്യർ? ഒരു ലക്ഷ്യമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ മനുഷ്യർ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല ഇവരാണോ സൃഷ്ടാക്കൾ? അം ഖലഖുസ് സമാവാതി വൽ അർള്, ഇവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? ബല്ലാ യുഖിനൂൻ, ഇവരെന്തേ ദൃഢവിശ്വാസികളാകാത്തത്? അം ഇൻദഹും ഖസാഇനു റബ്ബിക, നിന്റെ റബ്ബിന്റെ ഖജനാവുകൾ ഇവരുടെ കൈകളിലാണോ? അം ഹുമുൽ മുസൈത്തിറൂൻ, ഇവരാണോ ഇവിടത്തെ ഭരണകർത്താക്കൾ, അധികാരം കൈയാളുന്നവൾ ഇവരാണോ? ഈ ആയത്ത് മുഹമ്മദ് നബി ഒരു മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് ഞാൻ കേൾക്കാണ്. ഞാൻ അന്ന് മുസ്ലിം ആയിട്ടില്ല എന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖാദ ഖൽബി അൻ യത്വീർ. ഈ ആയത്തുകൾ കേട്ടപ്പോ എന്റെ ഹൃദയം പറിച്ചു നട്ട പോലെ, എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയം അങ്ങേയറ്റം അത് ഉൾക്കൊണ്ടു, ഞാൻ ആകമാനം തരിച്ചുപോയി ആ വചനം കേട്ടിട്ട് എന്നാണ്. ഈ വചനമാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിച്ചത് എന്നാണ്. തെളിവുകൾ പ്രപഞ്ചത്തിൽ ഒന്നാകെയുണ്ട്. ആ തെളിവുകൾ വിശ്വസിച്ചവർക്ക് കൂടുതൽ വിശ്വാസത്തിലേക്ക് എത്താൻ, ദൃഢത കൈവരിക്കാൻ കാരണമാകും. അവിശ്വാസികൾക്ക് ഇങ്ങനൊരു അള്ളാഹുവുണ്ട്, ഖാലിഖുണ്ട്, റബ്ബുണ്ട് എന്ന് ബോധ്യപ്പെടാൻ തെളിവുകൾ എമ്പാടും ഈ പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അള്ളാഹുൽ വിശ്വസിക്കുന്നത് നിരുപാധികമാണ്. എന്താ അവരുടെ മുമ്പിലുള്ള പ്രചോദനം? അത് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്നാ. വിശ്വാസികളുടെ പ്രഖ്യാപനത, റബ്ബേ, ഈമാനിലേക്ക് വിളിക്കുന്ന ഒരാളെ ഞാൻ കേട്ടു. അൻ ആമിനു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരാളെ ഞാൻ കേട്ടു. ഫആമന്നാ, അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. അള്ളാഹുവിൽ അങ്ങനെ നിരുപാധികം വിശ്വസിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ നിങ്ങൾ. നമുക്ക് ഒരു യുക്തി കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ഒരിക്കലും ബോധ്യപ്പെടാത്ത ഒട്ടേറെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് മലക്കുകളെന്ന അത്ഭുത സൃഷ്ടി. ഈ പ്രപഞ്ചത്തിൽ മലക്കുകൾ ഒട്ടേറെയുണ്ട്. അവരുടെ എണ്ണം ഇത്രയാണെന്ന് തിട്ടപ്പെടുത്തി പറയാൻ സാധ്യമല്ല. ആകാശലോകത്ത് ഒരു വിരൽ കുത്താൻ പോലും സ്ഥലമില്ലാത്ത നിലക്ക് മലക്കുകൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഹദീസുകളിൽ വന്നതാണ്. അതൊരു അത്ഭുത സൃഷ്ടിയാണ്. നമ്മൾ അവരിൽ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിലൂടെ അള്ളാഹ് എത്തിച്ചു കൊടുത്തു ആ വിവരം. അത് കേട്ടു, ഞാൻ അംഗീകരിക്കുന്നു. ഈ വിഷയത്തിൽ സൂറത്തുൽ മുദ്ദസിൽ പറഞ്ഞൊരു വിഷയം കാണാം. നരകത്തെ കുറിച്ച് പറഞ്ഞിടത്ത് അലൈഹ തിസ്അത അശർ, ആ നരകത്തിന്
19 കാവൽക്കാരുണ്ട്. മലക്കുകളുടെ എണ്ണം പറഞ്ഞപ്പോ മലക്കുകളുടെ കാവൽക്കാരുടെ എണ്ണം 19 പേരാണെന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമാ ജഅൽനാ സുഹാബന്നാരി ഇല്ലാ മലായിക. മലക്കുകളുടെ നരകത്തിന്റെ കാവൽക്കാരായി സൂക്ഷിപ്പുകാരായി മലക്കുകളെയല്ലാതെ മറ്റാരെയും നാം നിശ്ചയിച്ചിട്ടില്ല. വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറു. അവരുടെ എണ്ണം അവിശ്വാസികൾക്കൊരു ഫിത്ന, പരീക്ഷണം മാത്രമാണ്. എന്താ അവരുടെ എണ്ണം പരീക്ഷണമായത്? 19. അപ്പൊ അവിശ്വാസികൾ ചോദിക്കുക, എന്താ ഒരു 19 പേർ? എന്തേ ഒന്നുകൂടി വർദ്ധിപ്പിച്ച് 20 ആക്കാഞ്ഞത്? എന്തുകൊണ്ട് 10 ആക്കിയില്ല? എന്തെങ്കിലും എണ്ണം എന്തുകൊണ്ട് വർദ്ധിപ്പിച്ചില്ല എന്നിങ്ങനെ അവര് പലതും ചോദിച്ചു. അത് അവർക്കൊരു പരീക്ഷണമാണ്. എന്നിട്ടല്ല പറഞ്ഞതോ, ലിയസ്തൈഖിനല്ലദീന ഊത്തുൽ കിതാബ വയസ്ദാദല്ലദീന ആമനു ഈമാന. വേദം നൽകപ്പെട്ട മുഴുവൻ ആളുകൾക്കും ശരിയായ ദൃഢവിശ്വാസം നേടിയെടുക്കാനും വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കാനുമാണ് ആ എണ്ണം ഉപയോഗപ്പെടുക, ഫലപ്പെടുക. വലാ യർതാബല്ലദീന ഊത്തുൽ കിതാബ വൽ മുഅ്മിനൂൻ. വേദം നൽകപ്പെട്ടവരും ആ വേദങ്ങളിൽ വിശ്വസിച്ചവരും ഒരിക്കലും സംശയത്തിലാകാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. ഇതൊറ്റ കാര്യം മാത്രമാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും അനുഭവിച്ചറിയാൻ സാധിക്കാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹു പറഞ്ഞു, അള്ളാഹിന്റെ വഹയ്യ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ്. ഈ നിലക്കുള്ള ഒരു വിശ്വാസികളാകാൻ ആർക്ക് കഴിയുന്നു? ഇന്ന് എല്ലാറ്റിനും കാരണം തേടി നടക്കാണ് ആളുകൾ. എല്ലാം അനുഭവിച്ചറിയണം, ഏതെങ്കിലും നിലക്ക് ബോധ്യപ്പെടണം. എന്നാൽ വിശ്വാസ കാര്യങ്ങൾ അങ്ങനെ ഭൗതികമായ കണക്കുകൾ നോക്കിയല്ല ബോധ്യപ്പെടേണ്ടത്. അല്ലാഹ് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഞങ്ങളിതാ അൻ ആമിനു ബി റബ്ബിക്കും ഫആമന്ന, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഈ ഈമാൻ വളരെ ഗൗരവപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ കരുതൽ കാണേണ്ട വിഷയം. ഈ ഈമാൻ കിട്ടിയവർ സന്തോഷിക്കണം. ഈ ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ഭയമുണ്ടാവണം. ഇന്നത്തെ കാലം ഒരു പരീക്ഷണ കാലമാണ്. മുസ്ലിം നാമധാരികൾ പോലും ഇസ്ലാമിൽ നിന്ന് പലതും പറഞ്ഞ് തെറ്റിത്തെറിച്ചു പോകുന്ന കാലം, പലരും പലതും പറഞ്ഞ് വിശ്വാസികളെ തെറ്റിപ്പിക്കാൻ ശ്രദ്ധിക്കുന്ന കാലം. അവിടെ ശരിയായ ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കാൻ ഒരുപാട് ഇബാദത്തുകളും കർമ്മങ്ങളും നാം ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും പ്രധാനമാണ് ഈമാൻ എന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ നോക്കൂ, മരണം അതിന് കാരണമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് നമുക്കൊക്കെ ഒരാൾ മരിച്ചാൽ അതിനൊരു കാരണം നികത്താറുണ്ടാകും. അതൊരു ഭൗതിക കാരണം മാത്രം. അള്ളാഹു പറയുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹു ഒരു വെല്ലുവിളി പോലെ സംസാരിച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ച് പറഞ്ഞ്. ഫലൗല ഇൻ കുന്തും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് അല്ലല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ട് നിങ്ങൾ മരണപ്പെടുമ്പോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അകന്നു പോകുന്ന ആ ആത്മാവുണ്ടല്ലോ, തർജിഊനഹാ ഇൻ കുന്തും സ്വാദിഖീൻ. ആ ആത്മാവിന് എന്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് തിരിച്ചു പിടിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പലതും തിരിച്ചു പിടിക്കാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അകന്നു പോകുമ്പോ ആ ജീവനെ തിരിച്ചു പിടിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹ് സ്വർഗവും നരകവും സൂറത്തുൽ വാഖിയയുടെ അവസാനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. അങ്ങനെ ആ മരണത്തെ സ്വീകരിക്കുന്ന, ആ മരണത്തിൽ തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പരലോക യാത്ര ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുത്തവരാരോ അവർക്ക് അനുഭവിക്കാനുള്ളത് ആനന്ദം നിറഞ്ഞ സ്വർഗമാണ് എന്ന് അള്ളാഹു പറഞ്ഞു. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാലീൻ. അള്ളാഹുവിനെയും അവൻ കൊണ്ടുവന്ന ആദർശത്തെയും കളവാക്കി ജീവിക്കുന്ന വഴിതെറ്റിയ ആളുകൾ ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം. അവർക്ക് അനുഭവിക്കാനുള്ളത് കത്തിയാളുന്ന ചുട്ടുപൊള്ളുന്ന നരകാഗ്നിയാണ്. ശേഷം അല്ലാഹു പറഞ്ഞു, ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ.
ഇത് ദൃഢമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, അതിമഹത്തായ മഹാനായ നിന്റെ റബ്ബിനെ സ്തുതിച്ച് പ്രകീർത്തിച്ച് നീ ജീവിച്ചോ എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ബാധ്യതയാണ് ഈ ഭൗതിക ലോകത്ത് നമുക്കുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ഏത് കാര്യവും അത് ശരിയായ നിലക്ക് ഉൾക്കൊള്ളാൻ കാരണമാകുന്നത് ഈമാനാണ്. ഒരൊറ്റ കാര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട്, അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഹദീസ് മാത്രം കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തഖത്തിന്നാറു ഇലാ റബ്ബിഹ, നരകം അതിന്റെ റബ്ബിനോട് ആവലാതിപ്പെട്ടു. ഫഖാലത്ത് യാ റബ്ബി അക്കല ബഅ്ലി ബഅ്ല, നരകം റബ്ബിനോട് ആവലാതി പറഞ്ഞത് അക്കല ബഅ്ലി ബഅ്ല, ഈ നരകമിതാ എന്നെ തിന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅദിന ലഹാ ബിനഫസൈൻ, നരകത്തിന് 2 നിശ്വാസം വിടാൻ അവസരം നൽകിയെന്നാണ്. ശ്വാസം വിടാൻ അവസരം നൽകി, നരകത്തിന് ശ്വാസം വിടാൻ അവസരം കൊടുത്തു. നഫസിൻ ഫിശ്ശിതാ വ നഫസിൻ ഫിസ്സൈഫ്, ഒന്ന് നല്ല ചൂടുള്ള സ്വൈഫ് കാലം, ഉഷ്ണകാലത്തെ നഫസ്, ഒന്ന് ശൈത്യകാലം, നല്ല തണുപ്പുള്ള കാലത്തെ നിശ്വാസം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുവ അശദ്ദു മാ തജിദൂന മിനൽ ഹദ്ദി, നിങ്ങൾ കഠിനമായ ചൂട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ വ അശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ, കഠിനമായ തണുപ്പും ഈ ഭൗതിക ലോകത്ത് വെച്ച് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആ തണുപ്പും ചൂടും നരകത്തിന് അല്ലാഹു അനുവാദം കൊടുത്ത നിശ്വാസങ്ങളിൽ ഒന്നാണ് എന്നാണ് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ ഫഇന്ന ശിദ്ദത്തൽ ഹദ്ദി മിൻ ഫൈഹി ജഹന്നം, കഠിനമായ ചൂട് നരകത്തിൽ നിന്നുള്ള ആവിയാണ്. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഖാലല്ലാ, എന്റെ റബ്ബായ അല്ല പറഞ്ഞു. ആ അല്ല വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അതുകൊണ്ട് ഞാനത് കേൾക്കുന്നു, അംഗീകരിക്കുന്നു. ഇതിൽ നിന്ന് 2 കാര്യം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഒന്ന്, നമ്മൾ അനുഭവിക്കുന്ന ഈ കഠിന ചൂട് നരകത്തിന്റെ ആവിയിൽപ്പെട്ടതാണ് എന്നറിയുമ്പോൾ ആ നരകം എങ്ങനെ സഹിക്കാൻ എനിക്ക് കഴിയുമെന്ന് ചിന്തിക്കാനും നരകമോചനം ജീവിതത്തിന്റെ ലക്ഷ്യമായി കണ്ട് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുക എന്നതാണ്. അതോടൊപ്പം അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസിയായി ഞാൻ ജീവിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാധാന്യവും ഇത്തരം ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ നിലക്ക് വിശ്വാസം ശരിയാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ ക്ഷണികമായ ഭൗതിക ലോകത്ത് വെച്ച് നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. സ്വർഗാവകാശിയാകാൻ കഴിയണം, നരകാവകാശിയായി നശിക്കാതിരിക്കണം എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. നമ്മുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും അള്ളാഹു തൃപ്തിപ്പെടുന്ന നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ, اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.